നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയ്യപ്പൻകോവിൽ ആലടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. ആലടി ചെരുവിൽ സുരേഷും ഭാര്യ നവീനയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. മറിഞ്ഞ കാറിൽ നിന്ന് ഭാര്യയെ രക്ഷപ്പെടുത്താതെ ഭർത്താവ് കടന്നുകളഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിൽ പോലീസ്. വട്ടവട ചിലന്തിയാറിൽ 96 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ GR അനിൽകുമാറും സംഘവും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. പുളിയന്മല ഹിൽ ടോപ്പിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 190 ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ കട്ടപ്പന പോലീസ് പിടികൂടി. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. വെൺമണി കൊച്ചുമുട്ടം സണ്ണീസ് കറിയയാണ് പിടിയിലായത്. വേനൽ മഴയിൽ കട്ടപ്പനയിൽ വൻ നാശനഷ്ടം. വെള്ളയാങ്കുടി ലക്ഷംവീട് കോളനിക്ക് സമീപം വീട് പൂർണ്ണമായി തകർന്നു. ഒരാൾക്ക് പരിക്ക്. വിശദമായ വാർത്തകൾ. അയ്യപ്പൻകോവിൽ ആലടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞു. ആലടി ചെരുവിൽ സുരേഷും ഭാര്യ നവീനയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. മറിഞ്ഞ കാറിൽ നിന്ന് ഭാര്യയെ രക്ഷപ്പെടുത്താതെ ഭർത്താവ് കടന്നുകളഞ്ഞു. സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ പറയുന്നതിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തും. ഞായറാഴ്ച പുലർച്ചെ 2ഓടെ പരപ്പിനും ആലടിക്കുമിടയിലാണ് അപകടം. റോഡിൽ നിന്ന് 25 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് നവീനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ സുരേഷ് വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നവീന കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലെത്തി. രാവിലെ നാട്ടുകാരിൽ ചിലർ മുറിവേറ്റ നിലയിൽ യുവതിയെ കണ്ടതോടെ ഉപ്പുതറ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഉപ്പുതറ CHSൽ പരിക്ക് സാരമുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നവീനയിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് സുരേഷിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുരേഷ് ആശുപത്രിയിൽ പോകാൻ വിസമ്മതിച്ചു. ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും അപകട സമയം മദ്യലഹരിയിലായിരുന്നുവെന്നും വിവരമുണ്ട്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് ആദ്യം മൊഴി നൽകിയത്. പിന്നീട് ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി കാർ നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞതാണെന്നും മൊഴി നൽകി. എന്നാൽ മനഃപൂർവ്വം ഇയാൾ കാർ അപകടത്തിലാക്കിയതായി പോലീസ് സംശയിക്കുന്നു. വട്ടവട ചിലന്തിയാറിൽ 96 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ച എക്സൈസ് സംഘം. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ GR അനിൽകുമാറും സംഘവും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 3 മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്താനിരുന്ന ചെടികളാണ് എക്സൈസ് സംഘം നശിപ്പിച്ചത്. ഇടുക്കി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം എക്സൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ GR അനിൽകുമാറും സംഘവും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് വട്ടവട ചിലന്തിയാറിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ചിലന്തിയാർ ഗുഹയുടെ സമീപത്ത് പുഴയോരത്ത് തടങ്ങളിലായി നടാൻ പാകപ്പെടുത്തിയ നിലയിലുള്ള 96 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. മുന്തിയിനം കഞ്ചാവ് ചെടികളാണ് നട്ടുവളർത്തി വന്നിരുന്നതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടക്കും വരുന്ന ചെടികളാണ് എക്സൈസ് വകുപ്പ് കണ്ടെത്തി നശിപ്പിച്ചത്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ എക്സൈസ് വകുപ്പ് നടപടി ആരംഭിച്ചു. എക്സൈസ് ഇന്റലിജൻസിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രസാദ് AB, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ KV പ്രദീപ്, MD സജീവ് കുമാർ, മൂന്നാർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ KJ ബിനോയ്, മീരാൻ KS, ഹാരിഷ് മൈദീൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത്. പുളിയന്മല ഹിൽ ടോപ്പിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 190 ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ കട്ടപ്പന പോലീസ് പിടികൂടി. ലബഗഡ പാണ്ടിമാക്കൽ ഷിനോയ് ഷാജി, സ്വരാജ് പെരിയോൻകവല പുത്തൻപുരയ്ക്കൽ പ്രവീൺ തങ്കപ്പൻ എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് പുളിയന്മലയിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ കട്ടപ്പന പോലീസ് D100 ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന നടത്തിയത്. വാഹനത്തിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 190 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. പ്രിൻസിപ്പൽ SI എബി ജോർജ്, SIമാരായ അഭിജിത്ത് PS, ജോസഫ് KV, ഷുക്കൂർ NA, CPOമാരായ ജിഷ മാത്യു, ശ്രീകുമാർ, ബിജുമോൻ കൂടാതെ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. വെൺമണി കൊച്ചുമുട്ടം സണ്ണീസ് കറിയയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 7-നാണ് കേസിന് ആസ്പദമായ സംഭവം. കേസ് എടുത്തതറിഞ്ഞ് പ്രതി അന്നു മുതൽ ഒളിവിൽ പോയി. സ്വന്തം മൊബൈൽ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ മൊബൈലിലൂടെയായിരുന്നു പ്രതിയുടെ കമ്മ്യൂണിക്കേഷൻ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം ജില്ലയിലെ കടമറ്റം എന്ന സ്ഥലത്തു നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഞ്ഞിക്കുഴി SHO അനൂപിന്റെ നേതൃത്വത്തിൽ SIമാരായ താജുദ്ദീൻ അഹമ്മദ്, നിസാർ, SCPO അനീഷ്, അജിത്, മനു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി.
വേനൽ മഴയിൽ കട്ടപ്പനയിൽ വൻ നാശനഷ്ടം. വെള്ളയാങ്കുടി ലക്ഷംവീട് കോളനിക്ക് സമീപം വീട് പൂർണ്ണമായി തകർന്നു. പാപ്പാലമൂട് ഗിരീഷിന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം 5 മണിയോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചത്. കട്ടപ്പന വെള്ളയാങ്കുടി ലക്ഷംവീട് കോളനിക്ക് സമീപം പാപ്പാലമൂട് ഗിരീഷിന്റെ ഉടമസ്ഥയുള്ള വീടാണ് പൂർണ്ണമായി തകർന്നത്. ഒരു ചെറിയൊരു ഇടിമിന്നലും ഒരു മുഴക്കവും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയും പെട്ടെന്ന് നമ്മൾ നിശ്ചയിക്കാത്തൊരു ഓർക്കാപ്പുറത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കാറ്റും മഴയും ഇങ്ങോട്ട് വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ആർക്കൊന്നും നോക്കാനും പിടിക്കാനും പറ്റില്ല. ഞങ്ങളെല്ലാം വാലടിച്ച് പരിക്കാതെ. അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നുള്ള തോന്നുന്നില്ലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് തന്നെ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു കൊച്ചി ഇവിടുന്ന് കുളിച്ചിട്ട് എങ്ങോട്ട് പോയെന്ന് തോന്നുന്നു, കണ്ടില്ലെന്ന്. ഈ കൊച്ചിക്ക് മുറിക്കാത്ത കിടപ്പുണ്ട്, എനിക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല. അതാ സംഭവിച്ചത്. അപ്പം ഈ കാറ്റും മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പട്ടപ്പെടാന്നൊരു സൗണ്ട് കേട്ടുമ്പോൾ ഈ സീറ്റ് എടുത്ത് അങ്ങോട്ട് മറിച്ചതാണ്. അപ്പം ഞങ്ങൾ കഥ അടച്ച് അകത്തോട് നിന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് കഥയെ വന്ന് മുട്ടുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ കഥ തുറന്നപ്പോൾ ഈ കൊച്ച് മുഖത്തോട് ബ്ലഡ് ഒഴുകി കണ്ണൊന്നും കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ കുളിക്കുക. ഭയങ്കര കാറ്റും മഴയില്ല. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം അടിച്ചു കയറുമല്ലേ. വീട് വാടകയ്ക്കെടുത്തിരുന്ന ഈരാട്ട ജോസിന്റെ മകന് ഷീറ്റ് പൊട്ടി വീണ പരിക്കേറ്റു. 5 മിനിറ്റ് നേരം നിന്ന് ഒരു മിന്നൽ പിണർ പോലെ വന്ന ഒരു കാറ്റാണ്. പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ വീടിൻ്റെ. ഇവിടെ ഏറാട്ട് ജോസിയേട്ടനും കുടുംബമാണ് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അവരുടെ വീട് തൊട്ട് താഴെ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു. അവർ രണ്ടുപേരും ഈ അടുക്കളയിൽ നിൽക്കേണ്ടതാണ്. ഇവിടുത്തെ ലൈല എന്ന് പറയുന്ന കുടുംബസ്ഥ അടുക്കളയിൽ നിൽക്കേണ്ടതായിരുന്നു. പുള്ളിക്കാരി അപ്പോൾ പാരിഷ് ഹാളിൽ എന്തോ പണിയായിട്ട് അങ്ങോട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ച് അകത്ത് കിടപ്പും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്താണോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. കൊച്ച് ഇറങ്ങി വന്നപ്പോഴത്തേനും പെട്ടെന്ന് അവൻ്റെ നെറ്റിയിലേക്ക് ഷീറ്റിൻ്റെ കഷ്ണം കൂടെ വീണു. അവൻ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ജോബിനെ പരിക്കുകളോടെ ആശുപത്രി പ്രവേശിപ്പിച്ചു. വീട് മേഞ്ഞിരുന്ന 8 അടിയുടെ 10 ഷീറ്റുകളാണ് തകർന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ തൊടുപുഴ താലൂക്ക് ഒഴിച്ച് മറ്റ് ഒരു താലൂക്കിലും ക്രഷറുകളോ പാറമടകളോ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ജില്ലകളിൽ നിന്നും കമ്പം തേനി എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കുന്നത്. 100 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. എന്നാൽ ഇവിടുത്തെ എസ്റ്റിമേറ്റിൽ 5 കിലോമീറ്ററിനുള്ളിൽ മെറ്റീരിയൽസ് ലഭിക്കുമെന്ന അനുമാനത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ഇതിനാൽ വർക്ക് കോൺട്രാക്ടേഴ്സിന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാ താലൂക്കിലും 2-3 പാറമടകൾ, ക്രഷർ എന്നിവ അനുവദിച്ച പ്രശ്നപരിഹാരം കാണണമെന്ന ഗവൺമെന്റിനോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കിതിനകത്ത് കൂട്ടായ യോജിപ്പോടുകൂടി ഭരണപക്ഷമൊന്നോ പ്രതിപക്ഷമോ ഒന്നുമില്ലാതെ നമ്മുടെ ഈ ജില്ലയ്ക്ക് ആനുപാതികമായ ഒരു താലൂക്കിലെ 2-3 കോറികൾ അനുവദിച്ചു തരാനുള്ള വലിയൊരു നിർദ്ദേശം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ. നമുക്കിപ്പം നമ്മുടെ പൊതുമേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ മേഖലയിൽ കോടി തന്നില്ലെങ്കിൽ പോലും സർക്കാരാണെങ്കിലും ഇത് പൊട്ടിച്ച് തരാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും നിയമ നടപടികളോ അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളോ കൊണ്ടുവന്നിട്ടെങ്കിൽ പോലും മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ കഴിയൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഒരു പദ്ധതി വിഭാവന ചെയ്ത് പദ്ധതി നമ്മുടെ പദ്ധതികൾ അനുസരിച്ച് നമ്മൾ രൂപീകരിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജുണ്ട്, മറ്റു മേഖലയിലൊക്കെ ട്രാൻസ്പോർട്ടിങ് ചാർജൊക്കെ. ഞാൻ 15 കിലോമീറ്റർ കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഈയോട് സംസാരിച്ചപ്പോൾ 5 കിലോമീറ്റർ ഉള്ളത്. ഞാൻ 15 കിലോമീറ്റർ കൗൺസിലർ പറഞ്ഞു, പക്ഷേ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ തൊടുപുഴ താലൂക്കിൽ നിന്ന് നമുക്കുള്ള റോ മെറ്റീരിയൽസ് ഈ മേഖലയിൽ കൊണ്ടുവരാൻ 100-120 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ ഈ ഹൈ റേഞ്ചിലെ നമ്മുടെ ഈ പ്രദേശം, ഈ ബോർഡറിനോട് കിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലെ മെറ്റീരിയൽ, അത് വീട് വെക്കാനാണെങ്കിലും അത് കെട്ടിടം വെക്കാനാണെങ്കിലും അതല്ലെങ്കിൽ നിർമ്മാണത്തിലുള്ള മെറ്റലാണെങ്കിലും എംസാനാണെങ്കിലും പീസാനാണെങ്കിലും ഇതെല്ലാം കൊണ്ടുവരുന്നത് കിലോമീറ്റർ 10-100-120 കിലോമീറ്റർ സഞ്ചരിച്ച് കൊണ്ടുവരേണ്ട വലിയൊരു ഗതികേടിലേക്കാണ്. ജില്ലാ പ്രസിഡന്റ് ഷാജി ജോസഫ് അധ്യക്ഷനായിരുന്നു. മുൻ MLA EM ആഗസ്റ്റി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി PV കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KJ വർഗീസ്, രക്ഷാധികാരി VKC മമ്മദ് കോയ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോമോൻ മാത്യു, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KJ വർഗീസ്, ജില്ലാ സെക്രട്ടറി NC ജോൺസൺ, കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപഹാരങ്ങൾ നൽകി.
തുടർന്ന് ചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി NC ജോൺസൺ, ജോമോൻ മാത്യു, ബിനോയ് സ്കറിയ അഞ്ചാനിക്കൽ, സിബി തോമസ്, സുരേഷ് KR എന്നിവർ നേതൃത്വം നൽകി. ഉപ്പുതറ ആറ്റുചാൽ മേഖലയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പീരുമേട് MLA വാഴൂർ സോമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1999-2000 കാലഘട്ടത്തിൽ ആറ്റുചാൽ മേട്ടുംഭാഗത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി സ്ഥലം സ്വന്തമായി വാങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ പ്രദേശവാസികൾ കുളം നിർമ്മിച്ചിരുന്നു. ഇതായിരുന്നു മേഖലയിലെ ആളുകളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്. എന്നാൽ വേനൽക്കാലത്ത് ജലദൗർലഭ്യം നേരിടുകയും തുടർന്ന് പ്രദേശവാസികളുടെ സഹായത്തോടെ കുഴൽക്കിണറുകൾ സ്ഥാപിക്കുകയും നിലവിലുള്ള കുളത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം വേനലിൽ കൂടുതൽ ജലം സംഭരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ MD മനോജിന്റെ ശ്രമഫലമായി 8.10 ലക്ഷം രൂപ അനുവദിക്കുകയും നിലവിലുള്ള ടാങ്കിന് സമീപം വലിയൊരു ടാങ്ക് നിർമ്മിക്കുകയും ചെയ്തു. ടാങ്ക് നാടിന് സമർപ്പിച്ചു. പൊതുസമ്മേളനത്തിൽ കുടിവെള്ള പദ്ധതിക്കായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഓരോ പഞ്ചായത്തിലും ആവിഷ്കരിച്ചു വരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA വാഴൂർ സോമൻ പറഞ്ഞു. പീരുമേട് പഞ്ചായത്തിൽ 5533 പുതിയ കണക്ഷൻ 18.74 കോടി രൂപ. പെരുവന്താനം പഞ്ചായത്തിൽ 3529 പുതിയ കണക്ഷൻ 18.44 കോടി രൂപ. ഉപ്പുതറ പഞ്ചായത്തിൽ 7183 പുതിയ കണക്ഷൻ. നിങ്ങളുടെ കണക്ഷൻ കൂടാതെ നിങ്ങളുടെ കണക്ഷനെ ഇനി അതിലേക്ക് ചേർക്കും. അത് ഓരോ പഞ്ചായത്തിലും മുഴുവൻ വീടുകളിലും ശുദ്ധജലം പൈപ്പിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതിയെ അതിനോട് കൂട്ടിച്ചേർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി മിക്കവാറും നമ്മൾ ഈ മറ്റ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പണം വെച്ച് വേസ്റ്റാക്കേണ്ടതില്ല എന്ന് പറയാനിടയായി. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MD മനോജ് അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ ഒരു 5-4 വർഷമായിട്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായി തുടങ്ങിയ കാലം മുതൽ കുടിവെള്ളക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതി, ഞങ്ങൾക്കൊരു ടാങ്ക് തരണം, അല്ലെങ്കിൽ ഒരു മോട്ടോർ തരണം, പൈപ്പ് വേണം എന്നും പരാതിയുമായിട്ട് നമ്മുടെ അനിൽ നമുക്ക് എപ്പോഴും ഞാനുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈറ്റ് പോലും നമ്മൾ കണ്ടതല്ലായിരുന്നു. പക്ഷേ ഇവിടെ ആവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം അത്യാവശ്യമുള്ളതാണെന്നും കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഒരു പ്രദേശമാണെന്നും നമ്മൾ ഉള്ള ഒരു പരിഗണനയുടെ പുറത്ത് ഈ ഒരു ടാങ്ക് ഇവിടെ അനുവദിക്കുകയും വളരെ പല കോൺട്രാക്ടർമാർ വന്ന് എടുക്കാൻ നോക്കിയിട്ട് ഇട്ടേച്ച് പോകുന്ന ഒരു അനുഭവം കൂടി നമുക്കുണ്ടായി. കാരണം ജില്ലാ പഞ്ചായത്ത് അംഗം ആശാജണി, പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി, കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ അജി മതിയാത്ത്, കൺവീനർ വർഗീസ് ജോസഫ്, മനാഫ് നെടുങ്കണ്ടം, സോമൻ പത്തേക്കർ, MJ ജോയി, PS രാജേഷ്, ജേക്കബ് കുര്യൻ, സെബാസ്റ്റ്യൻ തട്ടുങ്കൽ എന്നിവർ സംസാരിച്ചു. AKCHMS ഇടുക്കി യൂണിയൻ ജനറൽ ബോഡി സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് VR രാജു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഉടനടി ജാതി സെൻസസ് നടപ്പിലാക്കുക, എയ്ഡഡ് മേഖലയിൽ ദളിത് വിഭാഗത്തിന് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ജനറൽ ബോഡിയാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. യോഗത്തിൽ ഇടുക്കി യൂണിയനെ തെരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാജു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ദളിത് വിഭാഗത്തിന് കൂടുതൽ പരിഗണനകൾ ആവശ്യമാണ്. എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങൾക്ക് ദളിത് മേഖലകൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. ഇതിന് മാറ്റമുണ്ടാകണം. ഉടൻ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടത് വലത് ഭേദമന്യുള്ള രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരുമ്പോഴെല്ലാം കൃത്യമായിട്ടും അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗമാണ്. നമ്മൾ ഈ മണ്ണിനെ പൊന്നാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. ഈ രാജ്യം നമുക്ക് ആദിമനിവാസികളാണ്. ഈ രാജ്യം ഭരിച്ച ജനതയാണ് ചേരമർ ജനതയെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ശമ്പളമായി നൽകുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയാണ്. നിരവധി കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പട്ടികജാതി പട്ടികവർഗ സമുദായത്തിന് എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ യാതൊരു പരിഗണനയും നൽകുവാൻ ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അപ്പൊ ഗവൺമെന്റ് പല ന്യായങ്ങൾ പറയും. ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക്, അവർ നമ്മളെപ്പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ആ ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ സംവരണം നൽകുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറായി.
അത് ഹൈക്കോടതി അനുവദിച്ചു. അത് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പരിഗണന അർഹിക്കുന്ന ഭരണഘടനാപരമായി അവകാശം സിദ്ധിച്ച ഒരു ജനതയാണ് പട്ടികജാതി പട്ടികവർഗ ജനത. യൂണിയൻ പ്രസിഡന്റായി സുരേഷ് കമ്പമേട്ട, സെക്രട്ടറിയായി PK പ്രസാദ് എന്നിവരെയും 5 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ലബക്കട അധ്യക്ഷനായിരുന്നു. സംസ്ഥാന രക്ഷാധികാരി CD മോഹനൻ, വനിതാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രാജമ്മ മോഹനൻ എന്നിവർ സംസാരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ വാർഷിക പൊതുയോഗം നടത്തി. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി AJ രവീന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ 2024-25 വാർഷിക പൊതുയോഗം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടത്തി. യൂണിയൻ സെക്രട്ടറി AJ രവീന്ദ്രൻ വരവ് ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും 2025-26 വർഷത്തേക്കുള്ള ബജറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് 2,67,00,000 രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് യോഗം അംഗീകരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ മുഴുവൻ വരുമാനവും അപഹരിച്ചതിനാൽ യൂണിയന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം ആരംഭിച്ച യൂണിയൻ പ്രവർത്തന ഫണ്ട് ഈ വർഷവും തുടരുന്നതിനും ഓരോ സമുദായ അംഗങ്ങളും അതിലേക്ക് 1,200 രൂപ വീതം സംഭാവന നൽകണമെന്നും യോഗത്തിൽ തീരുമാനമായി. ഹൈറേഞ്ച് NSS യൂണിയനിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തെ തളർത്തുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് 3 വർഷം തികയുകയാണെന്നും കൊറോണ വൈറസിനെ നേരിട്ട അതേ ആശയത്തോടെയും അതേ തീവ്രതയോടെയും നായർ സർവീസ് സൊസൈറ്റിയെ ബാധിച്ചിട്ടുള്ള ഈ അണുബാധയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടം തുടരുമെന്നും കോടതികളിൽ നിന്ന് അനുകൂലമായ വിധികളാണ് ഉണ്ടാകുന്നതെന്നും അത് മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ കരുത്തു നൽകുന്നതാണെന്നും യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയെ 2 വർഷം അതിശക്തമായി നേരിട്ടവരാണ്. തകരാതെ നേരിട്ട് വിജയിച്ചവരാണ്. ഇന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിയും ഒരുപക്ഷെ കോവിഡിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു അണുബാധയാണ്, ഒരു വൈറസാണ്. അതുകൊണ്ട് ഭയം നോടാൻ നമുക്ക് സാധ്യമല്ല. ആ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ എന്നുള്ള നല്ല ബോധ്യം. അത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ അടുത്ത തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി. നായർ സമുദായത്തിൽ ജനിച്ച നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കുവാൻ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയല്ലാതെ ഈ ആകാശത്തിന് കീഴിൽ മറ്റൊരു സംഘടനയോ ഒരു വേദിയോ ഇല്ല എന്നുള്ള നമ്മുടെ നല്ല ബോധ്യം. അതുകൊണ്ട് ഈ സംഘടന അതിശക്തമായി മുൻപോട്ട് പോയേ മതിയാകൂ. ആ സംഘടനയെ ബാധിച്ചിട്ടുള്ള അണുബാധയാണെങ്കിലും വൈറസ് ആണെങ്കിലും രോഗമാണെങ്കിലും അതിനെ ചികിത്സിച്ച് ഭേദമാക്കണം, അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള നമ്മുടെ നല്ല ബോധ്യം. വളരെ കൃത്യവും വ്യക്തവുമാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായി കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്താതെ പ്രഗത്ഭരെയും പ്രശസ്തരെയും സംഘടനകളിൽ നിന്ന് പുറത്താക്കുന്ന നീച നടപടികൾക്ക് അന്ത്യം കുറിക്കുന്നതാണ് ഈ കോടതി ഉത്തരവെന്നും ഇതൊരു വഴിത്തിരിവായി തീരുമെന്നും യൂണിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി. യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, യൂണിയൻ ഭരണസമിതി അംഗം KV വിശ്വനാഥൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ G ശിവശങ്കരൻ നായർ, G ഗോപാലകൃഷ്ണൻ നായർ, TK അനിൽകുമാർ, MK ശശിധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് യൂണിയന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കരയോഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. എഴുകുമ്പയിൽ നിത്യസഹായ മാതാ ഇടവകയിലെ എഴുകുമ്പയിൽ കുരിശുമലയിൽ പുതുഞായർ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും ഇടവക വികാരി ഫാദർ തോമസ് വട്ടമലയും അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. നിത്യസഹായമാത ഇടവകയിലെ വിശ്വാസികൾ എഴുകുംവയൽ കുരിശുമലയിൽ പുതുഞായർ തിരുനാൾ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് വട്ടമലയും അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ 9 മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലികൾ തകർത്തില്ല. തുടർന്ന് കുരിശുമലയിൽ പള്ളിക്കാനം അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫിൻ എലിവാലങ്കയിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നേർച്ചക്കഞ്ഞി വിതരണവും നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് അയ്യപ്പൻകോവിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി മേരികുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി.
തുടർന്ന് പാകിസ്ഥാന്റെ പതാക കത്തിച്ചു. BJP സംസ്ഥാന സമിതി അംഗം PA വേലുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെ തുടർന്നാണ് ഭീകരർ പ്രവേശിച്ച് ആക്രമണം നടത്തിയതെന്ന തെറ്റായ പ്രചരണത്തിനെതിരെയാണ് അയ്യപ്പൻകോവിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനം നടത്തിയത്. മേരികുളം ടൗണിൽ നടന്ന പ്രകടനത്തിന് ശേഷം പാകിസ്ഥാൻ പതാക കത്തിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സമിതി അംഗം PA വേലുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള കഴിഞ്ഞ 2014 മുതൽ ഭാരതത്തിൻ്റെ മണ്ണിൽ തീവ്രവാദം അമർച്ച ചെയ്യുവാൻ ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ക്യാൻസറായിരുന്ന 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന് തെളിയിച്ചുകൊണ്ട് വളരെ സമാധാനപരമായി ആങ്ങളയ്ക്കും പെങ്ങൾക്കും അവിടെ പോയി ആഘോഷിക്കുവാൻ വരെയുള്ള അവസരം ഒരുക്കി കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ കാശ്മീരിലെ ടൂറിസ്റ്റുകളുടെ വൻ പ്രവാഹമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെയൊക്കെ അട്ടിമറിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് ചിലർ ആലോചിക്കുമ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ കാശ്മീരിൻ്റെ മണ്ണിലല്ല, ഇന്ത്യയുടെ മണ്ണിൽ ഒരുക്കിക്കൊടുത്തവരാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ എന്ന് പറയുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മടിയൊന്നുമില്ല. നേതാക്കന്മാരായ സന്തോഷ് കൃഷ്ണൻ, OS ബിനു, സച്ചിൻ B ഉണ്ണികൃഷ്ണൻ, ബിനോജ് എന്നിവർ സംസാരിച്ചു. കൂടാതെ പാർട്ടിയുടെ വിവിധ മേഖലകളിലെ പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈട്ടിത്തോപ്പ് വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. CBU ലുപ്പുലിക്കാട്ടിന്റെ ഭവനത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിക്ക് വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈട്ടിത്തോപ്പ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കശ്മീരിലെ ഭീകരാക്രമണവും ജാതിമത വേർതിരിവുകളുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും മതസ്ഥാപനങ്ങൾ തച്ചുടക്കുന്നതുമായ RSS BJP സംഘടനകളുടെ മതപ്രീണന കാലഘട്ടത്തിൽ ഭാരതത്തിന് മഹാത്മാഗാന്ധിയുടെ നയവും മഹാത്മാവ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നതിന്റെ 100ാം വാർഷികവും ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ മുമ്പെന്നതിനേക്കാൾ ഗാന്ധിയൻ ആശയങ്ങൾ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടിയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എഴുതി പിടിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ പ്രത്യയശാസ്ത്രപരമായ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ കോൺഗ്രസ് ശക്തിപ്പെട്ടേ മതിയാവും. ഈ രാജ്യത്തെ സകലമാന വിഭാഗങ്ങൾ, അത് ന്യൂനപക്ഷ സമൂഹമായിക്കൊള്ളട്ടെ, ഭൂരിപക്ഷമായിക്കൊള്ളട്ടെ, ഏതൊരാളും ഈ രാജ്യത്ത് നിന്ന് അമ്മ പറ്റ മക്കളെ പോലെ, ഒരു മാലയിൽ കൊടുത്ത മുത്തുമണികളെ പോലെ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ നിലപാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടായിരുന്നുകൊണ്ടും. KPCC എക്സിക്യൂട്ടീവ് അംഗം ഇബ്രാഹിംകുട്ടി കല്ലാർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. BSP നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന ജോസഫ് എണ്ണശ്ശേരിക്ക് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി MP ഡീൻ കുര്യാക്കോസ് സ്വീകരിച്ചു. ഇബ്രാഹിംകുട്ടി കല്ലാർ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KV സെൽവം, ബിജോ മാണി, ഷാജി മടത്തുമുറി, അജി കളത്തുകുന്നൽ, സാബു പൂവുത്തിങ്കൽ, സുനിൽ കക്കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. നെരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ 86 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്മൃതികൾ 86 അക്ഷരമുറ്റത്തെ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ 86ാം ബാച്ച് വിദ്യാർത്ഥികളാണ് സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടിയത്. SSLC പരീക്ഷയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് 40 വർഷത്തിനിപ്പുറം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ പലർക്കും പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. പഴയ കൂട്ടുകാർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അന്നത്തെ അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികളെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ എത്തിയിരുന്നു. ഉപഹാരങ്ങൾ നൽകി അധ്യാപകരെ ആദരിച്ചു. സ്മൃതികൾ 86 അക്ഷരമുറ്റത്തെ ചങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയം നിരവധി സാമൂഹിക പ്രവർത്തകരെയും സേവകരെയും സൃഷ്ടിച്ചു എന്നതിന്റെ തെളിവാണ് ഇവിടെ ഒത്തുകൂടിയവരെന്ന് അദ്ദേഹം പറഞ്ഞു. 1955 ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചത്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും
അതിലേറെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് മഹനീയ വ്യക്തിത്വത്തിന് ഉടമയുമായിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭന്റെ പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചത്. നമുക്കറിയാം, കുടിയേറ്റ കാലഘട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ മാതാപിതാക്കന്മാര് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയാണ് ഇവിടെ കുടിയേറി താമസിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിർവാഹമില്ലാതെ, അതുപോലെ തന്നെ യാത്രാ സൗകര്യമില്ലാതെ, കഷ്ടപ്പാടിൽ നിറഞ്ഞ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ നാണം മറയ്ക്കാനും ഒന്നല്ലേ 2 ഡ്രസ്സ് മാത്രം ഉള്ള ഒരു കാലഘട്ടം. വഴിയിലുള്ള വെളിച്ചമില്ല, യാത്രാ സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ച് ഇന്ന് 121 അംഗങ്ങളായിരുന്നു ആ ബാച്ചിൽ ഇവിടെ SSC എഴുതിയെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഇൻചാർജ് ബാബു ബി വെണ്ടയ്ക്കൽ, ഹെഡ്മാസ്റ്റർ ബിന്ദു AN, മുൻ അധ്യാപകൻ CJ ജേക്കബ്, എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവി വിൽസൺ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രക്ഷാധികാരി AG സന്തോഷ്, ജനറൽ സെക്രട്ടറി സാബു വർഗീസ്, വൈസ് പ്രസിഡന്റ് സോമി ആന്റണി എന്നിവർ സംസാരിച്ചു. വിളക്കിത്തല നായർ സമാജം കഞ്ഞിക്കുഴി ശാഖയുടെ 20ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. മൈലപ്പുഴ രാജീവ് പെരുമ്പ്രാമുറിയുടെ വസതിയിൽ നടന്ന പരിപാടി താലൂക്ക് സെക്രട്ടറി അഭിലാഷ് വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായ സന്തോഷ് ഇടുക്കി മുഖ്യാതിഥിയായിരുന്നു. വിളക്കത്തിലെ നായർ സമാജം കഞ്ഞിക്കുഴി ശാഖയുടെ 20ാമത് വാർഷിക ആഘോഷവും കുടുംബസംഗമവുമാണ് മൈലപ്പുഴ രാജു പെരുമ്പ്രാമുറിയുടെ വസതിയിൽ നടന്നത്. ഓമനക്കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ച യോഗം വിളക്കത്തിലെ നായർ സമാജം താലൂക്ക് സെക്രട്ടറി അഭിലാഷ് വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായ ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായ സന്തോഷ് ഇടുക്കി ചടങ്ങിൽ ആദരിച്ചു. ആൾക്കാർ നടക്കും, ഇത് കളഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ ഒരുത്തം പോയിട്ടുണ്ട്, അവന് വട്ടാണ് എന്ന് പറഞ്ഞു. അവരുടെ ബന്ധുവീടുകളിലെ കല്യാണത്തിന് വിളിക്കില്ല, മാമോദീസയ്ക്ക് വിളിക്കില്ല, ഒരു പരിപാടിക്കും വിളിക്കില്ല. നമ്മളെ കാണുമ്പോൾ അൾട്ടിമേറ്റ് പുച്ഛം. പക്ഷെ ഇന്ന് അടുത്ത മാസം 28-ാം തീയതി അവിടെ വലിയൊരു കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി വിളിച്ചേക്കുക. അപ്പോ ഒരു ജോലിക്കാരനായി മാത്രം ഇരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഒരിടത്തും എത്താൻ കഴിയുകയില്ലായിരുന്നു. പിന്നീട് ശ്രീനിവാസൻ സാറിന്റെ അസിസ്റ്റന്റായി, അസോസിയേറ്റായി വർഷങ്ങളോളം സിനിമയ്ക്കകത്ത് പ്രവർത്തിച്ച് സ്വന്തമായി സിനിമ ചെയ്യാൻ പറ്റുന്ന തരത്തിലെത്തി. സ്വന്തം നാട്ടിൽ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ വന്നപ്പോഴാണ് കാലിന് ബുദ്ധിമുട്ടായിട്ട് അവസാന നിമിഷം ഡയറക്ഷൻ മാറിയിട്ട് കഥയും തിരക്കഥയും സംഭാഷണം മാത്രമായിട്ട് മാറി ഒരു സിനിമ നമ്മുടെ നാട്ടിൽ ചെയ്യാനും കഴിഞ്ഞു. ശാഖാ സെക്രട്ടറി മിനി സജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനു രാജേഷ്, ശോഭന വാസു, പ്രദീപ് മുഴുക്കാവിൽ, രമണി രാജീവ് എന്നിവർ സംസാരിച്ചു. പഠനമികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അടിമാലി ടൗണിൽ BSNL ജംഗ്ഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച് കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിലെ പാലത്തിന് സുരക്ഷാ വേലി ഒരുക്കി. മുമ്പ് ഈ ഭാഗത്ത് ബൈക്ക് റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചിരുന്നു. ഇതിനുശേഷം മേഖലയിൽ സുരക്ഷാ വേലി ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. അടിമാലി ടൗണിൽ BSNL ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച് കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിൽ പാലത്തിനു സമീപമായിരുന്നു അപകടക്കണി പതിയിരുന്നത്. പാലത്തിന് സമീപം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രതയായിരുന്നു യാത്രക്കാർക്ക് വിനയായത്. ചെറിയ ഒരു വളവോടുകൂടിയ ഭാഗത്താണ് പാലമുള്ളത്. റോഡിനെ അപേക്ഷിച്ച് പാലത്തിന് വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ പാലത്തിന്റെ വീതി കുറവും വളവും അറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിന്നിരുന്നു. ഈ ഭാഗത്താണ് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ സുരക്ഷാവേലി ഒരുക്കിയത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ BSNL റോഡിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് പൊതുജനങ്ങൾ ഇവിടെ പരാതി തരികയും അവിടെ ഒരു അപകടം ഒഴിവാക്കുന്നതിന് പാലത്തിന് കൈവരി സ്ഥാപിക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ ഇവിടെ ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രോജക്റ്റ് തയ്യാറാക്കി DPCയിൽ സമർപ്പിച്ചു. കഴിഞ്ഞ DPC അവസാന നിമിഷങ്ങളിൽ നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അംഗീകാരം കിട്ടിയില്ല. അതുകൊണ്ടാണ് കുറച്ച് കാലതാമസം വന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾക്കത് നല്ല സുരക്ഷിതമായ മെറ്റീരിയൽ ലഭ്യമാക്കി വളരെ സുരക്ഷിതമായി ഇനിയൊരു അപകടം ഉണ്ടാകാത്ത തരത്തിൽ ക്രാഷ് ഗാർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ഭാഗത്തെ പ്രശ്നം പഞ്ചായത്ത് നേതൃത്വത്തിൽ അത് പരിഹരിച്ചിരിക്കുകയാണ്.
തുടർന്ന് അപകടം കുറയും എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്ത് വെച്ച് ബൈക്ക് റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇതോടെ ഇവിടെ സുരക്ഷയൊരുക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുകയും മാധ്യമങ്ങൾ ഈ ആവശ്യം നിരന്തരം വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രദേശത്ത് സുരക്ഷാവേലി ഒരുക്കിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യപ്പൻകോവിൽ ആലടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. ആലടി ചെരുവിൽ സുരേഷും ഭാര്യ നവീനയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. മറിഞ്ഞ കാറിൽ നിന്ന് ഭാര്യയെ രക്ഷപ്പെടുത്താതെ ഭർത്താവ് കടന്നുകളഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിൽ പോലീസ്. വട്ടവട ചിലന്തിയാറിൽ 96 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ GR അനിൽകുമാറും സംഘവും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. പുളിയൻമല ഹിൽ ടോപ്പിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 190 ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ കട്ടപ്പന പോലീസ് പിടികൂടി. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. വെൺമണി കൊച്ചുമുട്ടം സണ്ണീസ് കറിയയാണ് പിടിയിലായത്. വേനൽ മഴയിൽ കട്ടപ്പനയിൽ വൻ നാശനഷ്ടം. വെള്ളയാങ്കുടി ലക്ഷം വീട് കോളനിക്ക് സമീപം വീട് പൂർണ്ണമായി തകർന്നു. ഒരാൾക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.